നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപിൻ്റെ ജനപ്രിയ നായകനായ ദിലീപിൻ്റെ പവി കെയർടേക്കർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പൊട്ടിച്ചിരിപ്പിക്കുകയും അതേസമയം ക്യാരക്ടർ റോളുകളിലൂടെ വിസ്മയിപ്പിക്കുകയും ചെയ്ത നടനാണ് ദിലീപ്. കലാഭവനിലൂടെ കലാജീവിതം ആരംഭിച്ച ദിലീപ് മിമിക്രി രംഗത്ത് സജീവമായിരുന്നു. സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചില സിനിമകളിലും ദിലീപ് അഭിനയിച്ചു. മാനത്തിക്കൊട്ടാരം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരായ ദിലീപാണ് പിന്നീട് സിനിമാ ജീവിതത്തിൽ ഒപ്പം കൂടിയത്. ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ ചിത്രങ്ങൾ നടന്ന കരിയറിൽ തന്നെ വലിയ ബ്രേക്ക് നൽകിയിരുന്നു. പഞ്ചാബി ഹൗസ്, ഈ പറക്കും തളിക, കുബേരൻ, മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, CID മൂസ, ചാന്ത്പൊട്ട് തുടങ്ങിയ ചിത്രങ്ങൾ ഇന്നും മലയാളികൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന സിനിമകളാണ്. കാര്യസ്ഥൻ ദിലീപിന്റെ 100ാമത്തെ സിനിമയാണ്. അതേസമയം ദിലീപിനെതിരെ 2016 നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് സിനിമകളിൽ നിന്നും നടൻ മാറി നിന്നിരുന്നു. കുറച്ചു വർഷത്തെ ബ്രേക്കിന് ശേഷം ദിലീപ് പിന്നീട് അഭിനയിച്ച ചിത്രം നാദൃശ സംവിധാനം ചെയ്ത കേശു ഈ വീടിന്റെ നാഥനാണ്. എന്നാൽ തൻ്റെ ചിത്രങ്ങൾക്ക് നേരത്തെ തൊട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ ദിലീപ്. ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോഴും എന്തിനാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും വായിൽ തോന്നുന്നത് പറയുന്നതെന്നും ദിലീപ് പറയുന്നു. ഇന്ത്യയിൽ തന്നെ അടുത്ത കാലത്ത് ഒരു നടനും ഇതുപോലെ ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം ഞാൻ ആക്രമണങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 11 വർഷത്തോളമായി. മായാമോഹിനി കഴിഞ്ഞ ശേഷമാണ് പതുക്കെ ഇതിൻ്റെ നിറം മാറാൻ തുടങ്ങുന്നത്. 2012 മുതലൊക്കെ ഈ അറ്റാക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് പല രൂപത്തിൽ അതിൻ്റെ തീവ്രത കൂടുക എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുകയാണ്. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കലാകാരൻ എന്ന രീതിയിൽ കാണുന്ന ആളുകളെല്ലാം സിനിമ കാണാൻ വരുന്നുണ്ട്. പക്ഷേ അന്ന് വന്ന അറ്റാക്കുകളൊന്നും പിന്നെ ബാധിച്ചിട്ടില്ല. ഞാനിതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം എൻ്റെ ഓഡിയൻസ് അന്നൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആളുകളല്ല. അവരുടെ ചാനലുകളിലൂടെ തന്നെ എന്നെ കാണുന്നവരാണ്. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്തും എന്തിനാണ് വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് തോന്നും. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് സിനിമ കണ്ടിട്ട് വന്ന് കുറച്ച് പോസിറ്റീവ് റിവ്യൂ കണ്ടു. അത് കണ്ടപ്പോൾ ഇവിടെ അതുപോലെ ഒരു മര്യാദ ഇവിടുന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നും. ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഒരു നടനും ഇതുപോലെ ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ്. നമ്മളിൽ ഒരു സത്യമുണ്ട്, അതിൻ്റെ ഫൈറ്റാണ്. നമ്മൾ എങ്ങനെയെങ്കിലും കരയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നും ദിലീപ് പറഞ്ഞു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.